ഹായ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്ന് മിറാജ് നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഒരു കാറ്ററിങ്ങും ഉണ്ട്. നോമ്പ് തുറക്കണ സമയത്ത് ഒരു 3 കിലോ ബീഫ് ബിരിയാണിക്കുള്ള ഓർഡർ കിട്ടീനി കേട്ടോ. അപ്പോൾ അതാ ഞാൻ രാവിലെ പോയി ബീഫൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. രാവിലെ പോയാലേ നല്ല ബീഫ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് 1 കിലോ ബീഫ് വേറെ വാങ്ങിയിട്ടുണ്ട്. ബിരിയാണി ഉണ്ടാക്കാനുള്ള ബീഫ് 3 കിലോ വേറെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ നമ്മൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നോമ്പാകുമ്പോൾ പിന്നെ കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, മക്കൾക്കൊക്കെ ഉണ്ട് കേട്ടോ നോമ്പ്. അപ്പോൾ ഞാൻ ബീഫൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്, നമുക്കുള്ളതും അതേപോലെ ബിരിയാണി വെക്കാനുള്ളതൊക്കെ ബീഫൊക്കെ കഴുകി വെച്ചു. അപ്പോൾ എന്തായാലും കിച്ചണിൽ കുറച്ച് പണികളുണ്ട്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ആ ബീഫ് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാലേ നമുക്ക് ബീഫ് വെന്തിട്ട് പിന്നെ വൈകുന്നേരം കിച്ചണിക്ക് ഇറങ്ങിയാൽ മതി. ഇത് നോമ്പ് തുറക്കുന്ന സമയത്തിന് കൊടുക്കാനാണ് കേട്ടോ ബിരിയാണി. അപ്പോൾ നമുക്കും വേണം ഉണ്ടാക്കുക. നമുക്ക് ബിരിയാണി അല്ല കേട്ടോ, നമുക്ക് പാലപ്പം ഉണ്ടാക്കണം എന്നാണ് വിചാരിക്കുന്നത്. പാലപ്പവും ബീഫ് കറി ഉണ്ടാക്കുക കരുതുന്നുണ്ട്. അപ്പോൾ ഞാൻ ബീഫ് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ബീഫ് ഒന്ന് വേവിച്ചിട്ടാണ് ബിരിയാണി ഉണ്ടാക്കൽ. അപ്പോൾ ഇതിപ്പോൾ 3 കിലോനായതുകൊണ്ട് കുക്കറിൽ പോവില്ല. കുക്കറിൽ അഥവാ വെച്ച് കഴിഞ്ഞാൽ തന്നെ തിളച്ചിന്തിയാണ്ട് ആകെ വൃത്തികേടാവും, സ്റ്റൗവും ഒക്കെ വൃത്തികേടാവും. അപ്പോൾ പിന്നെ അതിന് നിൽക്കണ്ടല്ലോ, ഞാൻ വേഗം ഒരു ചെമ്പക്ക് ഇട്ട് കൊടുത്തിന് കേട്ടോ. ബീഫ് കഴിക്ക് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ട് അത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ ഞാൻ പാലപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ പാലപ്പത്തിന് മാവ് റെഡിയാക്കി എടുക്കണം. അപ്പം പാലപ്പം മിക്സിൻ്റെ ഒരു പാക്കറ്റ് ഉണ്ട് എൻ്റെ കയ്യിൽ. അതിൽ കുറച്ച് പൊടിയുള്ളൂ കേട്ടോ. ഒരു പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇനി അത് തികയൂല്ല. അപ്പോൾ ഞാൻ കുറച്ച് പച്ചരി വെള്ളത്തിലിട്ടിനി, ഒരു 1.5 കപ്പ് പച്ചരി വെള്ളത്തിലിട്ടിനി. അപ്പോൾ അതും കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി പാലപ്പത്തിൻ്റെ മിക്സ് ഉണ്ടല്ലോ, ഈ പൊടി ഒരു 2 സ്പൂൺ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചാണ്ട് ഇതേപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് അടുപ്പത്ത് വെച്ചിട്ട് കുറുക്കിയെടുക്കുക. നമ്മൾ തരി കാച്ച, നമ്മളെ നാട്ടിൽ തരി കാച്ചാന്നാട്ടാ പറയുക, ചിലർ കപ്പി കാച്ചാന്നൊക്കെ പറയും. അത് അടുപ്പത്ത് വെച്ചാണ്ട് അത് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി അതൊന്ന് ചൂടാറണം. പിന്നെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിന് പച്ചരി കഴുകിയിട്ട് അത് ഞാൻ മിക്സിൻ്റെ ജാർക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ഒരു 1.5 കപ്പ് പച്ചരി ഉണ്ടാവും, പിന്നെ കുറച്ച് അരിപ്പൊടി ഉണ്ടല്ലോ. അപ്പോൾ ആ പച്ചരി ഞാൻ വെള്ളവും ചേർത്തുകൊണ്ട് അരച്ച് ഒരു പാത്രത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ കപ്പി കാച്ചിയെടുത്തല്ലോ, തരി കാച്ചിയെടുത്ത ആ ഒരു ഇതുണ്ടല്ലോ അരിപ്പൊടി, അതും മിക്സിൻ്റെ ജാർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിപ്പോൾ ചൂടാറിയിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പാലപ്പത്തിൻ്റെ കുറേ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കുറേ മുന്നേയൊക്കെ. ഇപ്പോൾ നമ്മളെ വീഡിയോ കുറേ പുതിയ കൂട്ടുകാർ കാണുന്നുണ്ടല്ലോ, അപ്പോൾ അവർക്ക് അറിഞ്ഞോട്ട് വിചാരിച്ചിട്ട് ഞാൻ റെസിപ്പി കാണിക്കുന്നതാണ് കേട്ടോ. ഇനിയിപ്പം ഈ പാലപ്പം മിക്സ് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. അരിപ്പൊടി ഉണ്ടെങ്കിൽ അരിപ്പൊടി കൊണ്ട് അങ്ങനെ ചെയ്താലും മതി. അല്ലെങ്കിൽ നമ്മൾ അരച്ചെടുത്ത മാവിന്ന് കുറച്ചെടുത്തിട്ട് ഇങ്ങനെ തരി കാച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ജാർക്ക് ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പാലപ്പം മിക്സ് ഇതിൽ കുറച്ച് ബാക്കി ഉണ്ടായിനും ആ പൊടിയും കൂടെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടോ. എന്നിട്ട് സ്പൂൺ കൊണ്ട് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കണം. ഈ കപ്പി കാച്ചിയത് ചേർക്കുമ്പോഴേ ചോറ് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇല്ലെങ്കിൽ ഈ കപ്പി കാച്ചിയത് ചേർക്കണില്ലെങ്കിൽ ചോറ് ചേർക്കണം. അപ്പോഴാണ് പാലപ്പം നല്ല സോഫ്റ്റിൽ കിട്ടുക. അപ്പോൾ ഞാൻ അത് ചേർത്തുകൊണ്ട് പിന്നെ ചോറ് ചേർക്കണില്ല. കുറച്ച് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങ ചിരവിയതും അതേപോലെ തന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. കൂടുതൽ ചേർത്താൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ചിലർ തേങ്ങാപ്പാലാണ് ചേർക്കുക, ഞാൻ തേങ്ങ ചിരവിയതാട്ടോ ചേർത്തുന്നത്. പിന്നെ കുറച്ച് ഈസ്റ്റും ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ചെറിയൊരു 1/2 ടീസ്പൂണ് എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഒരു 2 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുത്തു. എന്നിട്ട് കുറച്ച് വെള്ളം ആക്കിയിട്ട് അതും അരച്ചെടുത്തിട്ടുണ്ട്. അതും ഞാൻ ഈ പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ഈ ഈസ്റ്റ് ചേർത്തുകൊണ്ട് മാവ് കൂട്ടുമ്പോഴേ നല്ല കുറച്ച് വലിയ പാത്രത്തേക്ക് മാവ് കൂട്ടണം, അല്ലെങ്കിൽ ഇത് കുറച്ച് കഴിയുമ്പോഴത്തേന് പൊങ്ങി പുറത്ത് പോകും. അപ്പോൾ കുറച്ച് മാവുള്ളൂ, ഞാൻ വലിയൊരു പാത്രത്തേക്ക് ഇട്ട് കൊടുത്തത് അതുകൊണ്ടാണ് കേട്ടോ. അതേപോലെ തന്നെ മാവ് കൂട്ടി വെക്കുമ്പോൾ സ്റ്റീലിൻ്റെ പാത്രത്തിൽ കൂട്ടി വെക്കാനും ശ്രദ്ധിക്കുക. അങ്ങനെ മാവൊക്കെ കൂട്ടി വെച്ചു. അപ്പോൾ ഒരു 11:30-11:45 ആയിട്ടുണ്ടായിന് കേട്ടോ സമയം. പിന്നെ എനിക്ക് കുറച്ച് സവാളയൊക്കെ തൊലി കളയാനും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും ഒക്കെ റെഡിയാക്കി വെക്കാനൊക്കെ ഉണ്ടായിനും ബിരിയാണിക്ക് ഉള്ളത് കേട്ടോ. അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് പിന്നെ കിച്ചണിൽ നിന്ന് പോയത്. അതൊക്കെ കഴിഞ്ഞിപ്പോൾ വൈകുന്നേരം ഒരു 3-3:15 ആയപ്പോൾ വീണ്ടും കിച്ചണിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബിരിയാണി കൊടുക്കണമല്ലോ, 6 മണിയാകുമ്പോഴത്തേന് കൊടുക്കണം. അപ്പോൾ നമുക്ക് റെഡിയാക്കി വെച്ചതുകൊണ്ട് പിന്നെ ഒരു ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമുക്ക് പാലപ്പല്ല ഉണ്ടാക്കണത്, ബീഫ് കറി ഉണ്ടാക്കണം. ഞങ്ങൾക്കുള്ള കറിക്കുള്ള ബീഫ് ഞാൻ വേവിച്ച് വെച്ചിന് കേട്ടോ. ചെറിയ കുക്കറിലിട്ട് അങ്ങനെ വേവിച്ച് വെച്ചിട്ടുണ്ടായിന്.
അപ്പോൾ സവാളയൊക്കെ ഞാൻ നേരത്തെ തന്നെ കട്ട് ചെയ്ത് വെച്ചതുകൊണ്ട് ഇനിയിപ്പോൾ തക്കാളിയൊക്കെ കട്ട് ചെയ്യാനുള്ളൂ കേട്ടോ. പിന്നെ ബിരിയാണി ഉണ്ടാക്കുന്നത് ഞാൻ വീഡിയോയിൽ കാണിക്കണില്ല. എന്നോട് കമൻറ്റ് ബോക്സിൽ പറഞ്ഞിനി താത്ത മതി താത്ത ബിരിയാണി ഉണ്ടാക്കണത് കാണിച്ചത്, നിങ്ങൾ വേറെ എന്തെങ്കിലും ഡൈൻമ ലൈഫ് വീഡിയോ ഒക്കെ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഇതിങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്കും എന്താ പോലെ ഇക്കാരല്ലേ. അപ്പോൾ ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ. വേഗം സവാളയൊക്കെ വഴറ്റി ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചതും തക്കാളിയും ഒക്കെ ഇട്ട് കൊടുത്ത് പിന്നെ നമ്മൾ മസാലപ്പൊടികൾ ചേർത്ത് കൊടുത്ത് അതേപോലെ തന്നെ ബീഫ് വേവിച്ചതൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ മസാല സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ അരി തിളപ്പിച്ചുറ്റാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കൈമാ റൈസാണ് കേട്ടോ വാങ്ങിക്കണത് ബിരിയാണി ഉണ്ടാക്കാൻ. കൈമാ റൈസ് എനിക്കിഷ്ടമാണ് കേട്ടോ. ഈ ഒരു റൈസ് കൊണ്ട് ബിരിയാണി ഉണ്ടാക്കുന്നത് ചിലപ്പോൾ എന്താ അറിയോ നമുക്ക് മുതലാവില്ല അതുകൊണ്ട് ബിരിയാണി ഉണ്ടാക്കുമ്പോഴേ. അതുകൊണ്ടാണ് അധികം ഞാൻ അത് വാങ്ങിക്കാത്ത കേട്ടോ. നമ്മളാകെ ഒരു 800 രൂപയാണ് 1 കിലോ ബിരിയാണിക്ക് വാങ്ങിക്കുക. അപ്പോൾ 1 കിലോ കൈമാ റൈസിൻ്റെ റേറ്റ് ഞങ്ങൾക്ക് അറിയില്ലേ. പിന്നെ ബീഫ് അതേപോലെ തന്നെ 320 ഉറുപ്പ്യ 1 കിലോ ബീഫിന് കൊടുക്കണം. അപ്പോൾ പിന്നെ നമുക്ക് വല്ലാതെ ലാഭമൊന്നും അതിലുണ്ടാവില്ല. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതുകൊണ്ട് ബിരിയാണി ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതില്ലെങ്കിൽ പിന്നെ ഇന്ത്യ ഗേറ്റിൻ്റെ റൈസാണ് ഞാൻ എടുക്കൽ. അതേപോലെ ജോക്കർ ദുൽഹാൻ അതൊക്കെ എടുക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അരിയൊക്കെ കഴുകി ഇട്ട് കൊടുത്തിട്ടുണ്ടതിന്. പിന്നെ പതുക്കെ വേവിനെ ആദ്യം ഊറ്റിയിടുന്നുണ്ട്. വേവേറരുത്, വേവേറിയാലും ആകെ കുളാവും. പിന്നെ ബീഫ് നല്ലോണം വെന്തിട്ടില്ല, കുറച്ചും കൂടെ വാവാനുണ്ട്. അപ്പോൾ ദമ്മിൽ കിടക്കണ്ടേ കുറച്ച് നേരം. അപ്പോൾ ഞാൻ പതുക്കെ വേവിനായിട്ട് ഫസ്റ്റത്തെ ട്രിപ്പ് അങ്ങനെ ഊറ്റിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ശനിയാഴ്ച ഞായറാഴ്ചയൊക്കെ കാറ്ററിംഗ് ഉണ്ടായാൽ സുഖാട്ടോ, മക്കളുണ്ടാവും ഹെൽപ്പ് ചെയ്യാൻ. അപ്പോൾ ചിഞ്ചുമോളുണ്ട് ഇപ്പോൾ ചോറ് ഊറ്റുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ പിന്നെ അതിലേക്കുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും സവാളയൊക്കെ ഫ്രൈ ചെയ്തതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ കുറച്ച് ബിരിയാണി മസാലയും പിന്നെ ഇത് ഫ്രൈ ചെയ്ത നെയ്യും ഒക്കെ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ ലെയറായിട്ടോ ഇത് 3 കിലോ റൈസും 3 കിലോ ബീഫും ആണ് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളത് ചിഞ്ചുമോൾ ഊറ്റി തരുന്നുണ്ട്. അപ്പോൾ അതും ഞാൻ വേഗം ഇട്ട് കൊടുക്കുന്നുണ്ട്. എളുപ്പം ഊറ്റിയിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ വേറും. ഇത് ചെമ്പ് അടുപ്പത്ത് നിന്ന് അങ്ങോട്ട് ഇറക്കി വെക്കാം, നമുക്ക് ഒറ്റയ്ക്കൊന്ന് പൊന്തൂല കേട്ടോ. നമ്മൾക്ക് അത്ര വെയിറ്റ് ഒന്നും അങ്ങനെ ഒറ്റയ്ക്ക് വെക്കൂലല്ലോ. പിന്നെ കുട്ടികൾക്കാണെങ്കിലും കുട്ടികളെ വിളിക്കാനും എനിക്ക് പേടിയാണ്. കാരണം തിളച്ച വെള്ളമല്ലേ, അഥവാ മറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പണിയാവും. അപ്പോൾ ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഊറ്റിയെടുക്കൽ. പിന്നെ കുറച്ചൊക്കെ ഊറ്റി കഴിഞ്ഞ് ലാസ്റ്റ് ആകുമ്പോൾ അടുപ്പത്ത് നിന്ന് ഇറക്കി വെച്ചിട്ട് പിന്നെ ബാക്കിയുള്ളത് അങ്ങനെ ഓട്ടപാത്രത്തേക്ക് ഊറ്റി വെക്കും. അപ്പോൾ രണ്ടാമത്തെ ലെയറും ഇട്ട് കൊടുത്തു. പിന്നെ അതിൻ്റെ മേലെ കൂടെ അതേപോലെ സവാളൊക്കെ ഫ്രൈ ചെയ്തതൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് ബിരിയാണി മസാല ഇട്ട് കൊടുത്തു. പിന്നെ നെയ്യ് ഞാൻ ഇവിടെ ചൂടാകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ നെയ്യ് ഉരുക്കിയതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും മേലെ കുറച്ച് റൈസ് ഇതേപോലെ ഇട്ട് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഇട്ട് കൊടുത്ത അണ്ടിപ്പരിപ്പ് മുന്തിരി സവാളയൊക്കെ ഉണ്ടല്ലോ അത് കരിയും. നമ്മൾ ഇതിൻ്റെ മേലെ കൂടെ കുറച്ച് കനലിടുമല്ലോ കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ ആ കനലിൻ്റെ ചൂട് തട്ടുമ്പോൾ അതൊക്കെ കരിയാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ചോറൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ മൈദയൊക്കെ വെച്ച് ഒട്ടിച്ച് നല്ലോണം ടൈറ്റായിട്ട് അടച്ച് ദമ്മിടാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ ബിരിയാണി ദമ്മിലായി. പിന്നെ ചിഞ്ചുമോള വക ബർഗറാണ് കേട്ടോ നോമ്പ് തുറക്കണ സമയത്ത് കഴിക്കാൻ. നമുക്ക് ഇതെടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. 1 2 3 4. അപ്പം നമ്മൾ 5 ബർഗറായിട്ട് ഉണ്ടാക്കാൻ പോണത്. ഞങ്ങൾക്ക് ഇതിൻ്റെ ഈ സാധനം ഒന്ന് നമുക്ക് മുറിച്ചിട്ടിട്ട് എന്ത് ചെയ്യണം, ഒന്ന് ഫ്രൈ ചെയ്യണം. നമുക്കങ്ങനെ ചെയ്തിട്ട് വരാം. നമുക്കൊക്കെ ഇങ്ങനെ നടു മുറിച്ചങ്ങാണ്ട് ഈ ഒരു ഷേപ്പിനാക്കിങ്ങാണ്ട് കൊണ്ടുവരണം. കണ്ടില്ലേ? ഇതിലേക്ക് എന്നിട്ട് നെയ്യിട്ടിട്ട് ഒന്ന് നെയ്യോ അല്ലെങ്കിൽ വേറൊരു ഓയിലുണ്ട്, എന്തായാലും ഇവിടെ ഇല്ല. അപ്പോൾ നമുക്ക് ഒലിവ് ഓയിൽ ഒലിവ് ഓയിൽ അത് ഇവിടെ ഇല്ല. പിന്നെ അപ്പോൾ നമുക്ക് നെയ്യിട്ടിട്ട് ഒന്ന് ഇതാക്കാം, ഒന്ന് ടോസ്റ്റ് ചെയ്യാം. ടോസ്റ്റ് ചെയ്യാൻ തന്നെയല്ലേ പറയുക? ഒന്ന് ടോസ്റ്റ് ചെയ്യാം. ഒലിവ് ഓയിലല്ല കേട്ടോ, ബട്ടറേ കാര്യം ചിലപ്പോൾ പറഞ്ഞേക്കുക. എനിക്കപ്പോൾ ഒലിവ് ഓയിൽ തോന്നിയപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞതാ കേട്ടോ. അപ്പോൾ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ കുക്കിങ്ങുകൾ കണ്ടിട്ട് കുറേ ആയിട്ടില്ലേ, ഇടയ്ക്കൊക്കെ ഇതേപോലെ കുക്ക് ചെയ്യാനൊക്കെ വരും കേട്ടോ. പിന്നെ ഇപ്പോൾ ഒന്നാമത് ഒഴിവില്ല, എപ്പോഴും ക്ലാസ് തന്നെയാണ്. ശനിയാഴ്ച ഞായറാഴ്ച വരെ ക്ലാസ് ഉണ്ടാവും. അപ്പോൾ അന്ന് ലീവാട്ടോ. ഈ ശനിയാഴ്ച ലീവാണ്. ശനിയാഴ്ച ഞായറാഴ്ച ക്ലാസ് ഉണ്ടാവും എന്ന് പറഞ്ഞു. പിന്നെ ഞായറാഴ്ച ക്ലാസ് ഉണ്ടായിട്ടില്ല. അപ്പോൾ ബർഗറൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. എനിക്കിതൊന്നും ഉണ്ടാക്കാനും അറിയില്ല, വലിയ ഇഷ്ടമല്ല കേട്ടോ അങ്ങനത്തെ ഒന്നും. അപ്പോൾ ഇന്ന് ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോയപ്പോഴേ എൻ്റെ കൂടെ പോന്നീനി. അപ്പം ഒരിക്കൽ അതേപോലെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഓരിൻ്റെ കൂടെ പോന്നുകൊണ്ട് അങ്ങനെ വാങ്ങലാണ് കേട്ടോ.
നമുക്ക് ഇങ്ങനത്തെ ഒന്നും അങ്ങനെ കഴിച്ച ശീലമല്ലല്ലോ. എനിക്കില്ല കേട്ടോ. ഞാൻ അങ്ങനെ പുറത്തുനിന്നൊന്നും വല്ലാതെ ഇങ്ങനെ കഴിക്കൊന്നുമില്ല. ഇനിയും ഇപ്പം പിന്നെ നമ്മൾ പാവക്കാക്ക് ഇവിടെ ഉണ്ടായതിന് അന്നൊക്കെ ഒരു കൊണ്ടുപോകും. അപ്പം അങ്ങനെ പുറത്തുപോയി ഓരോ കൂടെയൊക്കെ അങ്ങനെ കഴിക്കാന്നല്ലാതെ ചെറുപ്പത്തിലൊന്നും അങ്ങനെ പുറത്തു പോയാണ്ടൊന്നും കഴിക്കലില്ല. ഇനി ഇപ്പോൾ പിന്നെ നമ്മൾ ഹോം ഷോപ്പിൻ്റെ വർക്കൊക്കെ ചെയ്യണില്ലേ. അപ്പോൾ ഞങ്ങളെല്ലാവരും പുറത്തൊക്കെ പോകുമ്പോൾ ഓരോ കൂടെയൊക്കെ പുറത്തു പോയി കഴിക്കും. അതേപോലെ പിന്നെ അങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ പോയാണ്ട് കഴിക്കും. പിന്നെ മക്കളെയും കൂട്ടിയൊക്കെ പോയി ചിലപ്പോൾ മന്തിയൊക്കെ കഴിക്കാനൊക്കെ പോകലുണ്ട് കേട്ടോ. നമ്മളെ വീട്ടിലേക്കൊക്കെ പോകുമ്പോൾ അനിയത്തിയും കുട്ടികളും നാത്തൂനും കുട്ടികളും ഞങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെയൊക്കെ പോകുന്നല്ലാതെ ഇങ്ങനെ ബർഗർ കഴിക്കാനും അതേപോലെ തന്നെ ഷവർമ കഴിക്കാനൊന്നും പോവലില്ല. അപ്പോൾ ചിഞ്ചുമോള് ബർഗർ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. ഞാൻ പിന്നെ നമുക്ക് ബിരിയാണിയൊക്കെ ദമ്മിലായല്ലോ, പിന്നെ എനിക്ക് തൈരൊക്കെ കൊടുക്കണ്ടേ. അപ്പോൾ സാലഡൊക്കെ റെഡിയാക്കിട്ടോ. പിന്നെ അച്ചാർ 2 പാക്കറ്റ് അച്ചാർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചു. നമ്മൾ മയോണൈസും ടൊമാറ്റോ സോസും ഇത് രണ്ടും പാടെ നമുക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സാധനം കിട്ടും. യെസ് ഗായ്സ്, അപ്പോൾ നമുക്ക് എന്തായി, നമുക്ക് ബർഗറിൻ്റെ സോസ് കിട്ടി. അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുന്നത് തോന്നുന്നു കേട്ടോ. ഞാൻ അങ്ങനെ ഉണ്ടാക്കാം. ഉണ്ടോ കളർ മാറിയില്ലേ? മഞ്ഞ കളറായില്ലേ? ഇതിൽ മഞ്ഞ കളറൊന്നും കാണിച്ചിട്ടില്ലല്ലോ. പിന്നെ ഞാൻ അസറ് നിസ്കരിച്ചിട്ടില്ലേന്. പിന്നെ പോയി നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ നമ്മൾ ഫുഡ് കൊണ്ടുപോകാൻ വന്നിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ ഇത് ബാബുവിൻ്റെ ഒരു ഫ്രണ്ടാണ്. ഓനെ ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വന്നപ്പോഴത്തേനും വണ്ടിയിൽ കയറി. അപ്പോൾ അതാ ഫുഡൊക്കെ ഒരു കൊണ്ടുപോയി. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് പാലപ്പൊക്കെ ഉണ്ടാക്കണം. അത് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. എന്തായാലും ഈ ബർഗറൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും വേണ്ടി വരില്ല. അപ്പോൾ പിന്നെ കുട്ടികൾക്കൊക്കെ നോമ്പ് തന്നെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് ആക്കും പോലെ ഉണ്ടാക്കിയാൽ മതി. ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് നമ്മളെ ഉള്ളില്ലേ, അതാ അങ്ങനെ ഇട്ടിട്ട് നമുക്കൊരു ഇതൊക്കെ, കാരണം ഇവിടെ തക്കാളി ആർക്കും ഇഷ്ടമല്ല അധികം, അതുകൊണ്ട് എന്നിട്ട് നമുക്കൊരു എഗ്ഗ് വെക്കാം. എഗ്ഗ് വെച്ചിട്ട് നമുക്ക് 1, 2 and 3 ഇതിങ്ങനെ നമുക്കിവിടെ വെക്കാം. കുഞ്ഞോടോ കുഞ്ഞാടരുത്. എന്നിട്ട് അതിലേക്ക് സോസ് ഇങ്ങനെ ഇതാക്കിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് വെക്കണം. ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ പഫി 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 ആവണം. അങ്ങനെ നമ്മളത് റെഡി. അതേപോലെ ഇതും കാണിച്ചണം. ഇതും അങ്ങനെ തന്നെ നമുക്ക് കാണിച്ചണം. ഇങ്ങനെ കാണിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, ശരിക്കും ഇങ്ങനെ നല്ല ഉണ്ടാക്കാം. പിന്നെ ഒക്കെ നമ്മളെ മാതിരി നമ്മളൊരു എന്താ പറയുക, ഒരു ഇതിലിങ്ങനെ ഉണ്ടാക്കാം. ഇങ്ങനെ ഇതിവിടെ അങ്ങനെ വെക്കാം. എന്നിട്ട് ബർഗർ റെഡി. ഞാൻ അതേമാതിരി നമുക്ക് ഒക്കെ ആക്കിയിട്ട് വരാം.
അങ്ങനെ ഗൈസ് നമ്മൾ ചിഞ്ചുമോളെ ബർഗറൊക്കെ സെറ്റായിട്ടോ. ബർഗറൊക്കെ റെഡി ആയപ്പോൾ തന്നെ ബാങ്ക് കൊടുത്തിട്ടുണ്ടേനി. അപ്പോൾ മക്കളൊക്കെ നോമ്പ് തുറന്ന് വെള്ളം കുടിച്ച് നോമ്പ് തുറന്നിട്ടുണ്ട്. പിന്നെ മഞ്ജുമോള് ജ്യൂസ് ഉണ്ടാക്കിനി, മുന്തിരി ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഐഫക്കുട്ടിയൊക്കെ നല്ലോണം കുഴങ്ങിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും വെള്ളമൊക്കെ കുടിച്ച് നോമ്പ് തുറന്നു. നോമ്പ് തുറന്നിട്ടാണ് പിന്നെ ടേബിൾ മേക്ക് ഒക്കെ എടുത്ത് വെക്കണത്. അങ്ങനെ ബർഗറൊക്കെ എടുത്ത് വെച്ചു. പിന്നെ ഒരു കഷ്ണം ബത്തൊക്കെ ഉണ്ടായിനി, അത് ഫ്രൂട്ട്സ് ആയിട്ട് തന്നെ ഉള്ളതിന്. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്തൊക്കെ കുട്ടികൾ തന്നെ റെഡി ആക്കിയിട്ടുണ്ടായിനി കേട്ടോ. അപ്പോൾ ഇതാ മഞ്ജുമോളെ മുന്തിരി ജ്യൂസിൽ കുറച്ച് വെള്ളം ഏറിയിട്ടുണ്ട്. എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒരു ഇതേപോലെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ വരുമ്പോഴേ നമുക്കൊരു സന്തോഷമാണ്. അതേപോലെ തന്നെ ഓർക്കൊരു സന്തോഷമാണ്. ഉണ്ടാക്കിയ ജ്യൂസ് എങ്ങനെ ഉണ്ടായിനി എന്നൊക്കെ ചോദിച്ചുമ്പോൾ നമ്മൾ കുടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിനി എന്നൊക്കെ പറയുമ്പോൾ ഓർക്കും ഭയങ്കര സന്തോഷം കേട്ടോ. അങ്ങനെ നമ്മളിങ്ങനെ ഒന്ന് പുകഴ്ത്തി കൊടുത്താലുള്ളൂ പിന്നെയും ഒരു ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ വരിക. നേരെ മറിച്ച് ഒരു രസമില്ലേനിന്നോ എന്തെങ്കിലും കുറവ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരില്ല. അപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ. മുന്തിരി ജ്യൂസൊക്കെ ടേസ്റ്റ് ഉണ്ടായിനി. അതേപോലെ ചിഞ്ചുമോൾ ഉണ്ടാക്കിയ ബർഗറും ഒക്കെ ടേസ്റ്റ് ഉണ്ടായിനി. അങ്ങനെ എല്ലാവരും പിന്നെ ജ്യൂസും ബർഗറൊക്കെ പിന്നെ ആക്കും പോലെ അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ നിസ്കാരവും കാര്യമൊക്കെ കഴിഞ്ഞ് ഇശാനിസ്കാരം കഴിഞ്ഞിട്ടാണ് പിന്നെ കിച്ചണിക്ക് വരുന്നത്. അപ്പോൾ ഇതാ നമ്മളെ പാലപ്പത്തിൻ്റെ മാവ് കണ്ടോ, നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഞാനതാ വലിയ പാത്രത്തേക്ക് മാവ് ആക്കി വെച്ചത് കേട്ടോ. ചെറിയ പാത്രത്തിലാണെങ്കിൽ മാവ് ഒലിച്ചു പോകും. അതേപോലെ സ്റ്റീലിൻ്റെ പാത്രത്തിൽ മാവ് കൂട്ടാനും ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം നമുക്ക് മാവക്ക് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് പാലപ്പം ചുട്ടെടുക്കുക. പിന്നെ കറി തേങ്ങയൊക്കെ അരച്ച് റെഡിയാക്കിയിട്ടുണ്ട്, അതിന് തൂമിക്കാനുണ്ട് കേട്ടോ. പിന്നെ പാലപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ കുറേ ചെയ്തിട്ടുണ്ട്. നമ്മൾ ചാനലിൽ തന്നെ ഉണ്ടാവും വൈറൽ പാലപ്പത്തിൻ്റെ റെസിപ്പിയൊക്കെ. അരിപ്പൊടി വെച്ചിട്ടുണ്ടാക്കുന്നതും അതേപോലെ പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്തി ഉണ്ടാക്കുന്ന പാലപ്പത്തിൻ്റെ റെസിപ്പിയും പഞ്ഞിയപ്പത്തിൻ്റെ റെസിപ്പിയൊക്കെ നമ്മളെ ചാനലിലുണ്ടാവും. പഴയ വീഡിയോസിലൊക്കെ ഉണ്ടാവും കേട്ടോ. ഈസ്റ്റ് ഞാൻ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. ഈസ്റ്റിൻ്റെ ആ ടേസ്റ്റ് വല്ലാതെ കുട്ടികൾക്ക് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഈസ്റ്റേ ഞാൻ ചേർത്തിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ട് ആ ഒരു ഈസ്റ്റിൻ്റെ സ്മെല്ല് മുന്നിട്ട് നിൽക്കൂല. ഈസ്റ്റ് കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ 1 മണിക്കൂർ കൊണ്ട് തന്നെ മാവ് പൊങ്ങി വരും, നല്ലോണം പൊങ്ങി വരും. ഇതിപ്പം ഈസ്റ്റ് കുറച്ചിട്ടതുകൊണ്ടാണ് കേട്ടോ. കുറേ കഴിഞ്ഞിട്ടാണല്ലോ ഇതിപ്പോൾ രാത്രിയിൽ എപ്പോഴും ഞാനിത് ചുട്ടെടുക്കണം കേട്ടോ. എന്നാൽ ചൂടോട് കൂടിയിട്ട് തന്നെ കുട്ടികൾക്ക് കൊടുക്കും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കറി തൂമിച്ചു. പിന്നെ പാലപ്പം ചൂടാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാലപ്പച്ചട്ടി മാറ്റാനേക്കും കേട്ടോ. പാലപ്പച്ചട്ടി കുറേ ആയി. ഇത് നമ്മളൊരു സബ്സ്ക്രൈബർ എനിക്ക് ഗിഫ്റ്റ് തന്നതാണ് കേട്ടോ. ഫസ്റ്റ് നമ്മൾ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയ ടൈമിലല്ല, നമ്മളെ ചാനലൊന്നും മോണിറ്റൈസേഷനൊക്കെ ആയി കുറച്ച് വൈറലൊക്കെ ആയ ടൈമിൽ ഒരു ശകുന്തള ചേച്ചി ഉണ്ട് കേട്ടോ. ശകുന്തള ചേച്ചിൻ്റെ കമൻസ് ഇപ്പോൾ ഞാൻ കാണാറേ ഇല്ല. ശകുന്തള ചേച്ചി തന്നതാണ് കേട്ടോ, ഗിഫ്റ്റായിട്ട് തന്നതാണ് എനിക്ക് ഒരു പാലപ്പച്ചട്ടി. ഞാൻ അന്ന് ചീനച്ചട്ടിയിൽ ആണ് പാലപ്പം ഉണ്ടാക്കിയത്. അപ്പോൾ ആ വീഡിയോ കണ്ടപ്പോഴേ ഞാനൊരു പാലപ്പച്ചട്ടി അയച്ചിട്ട് അഡ്രസ്സ് തരീന്നൊക്കെ പറഞ്ഞാണ്ട് അങ്ങനെ അഡ്രസ്സൊക്കെ അയച്ചു കൊടുത്തപ്പോൾ അങ്ങനെ തന്നതാണ് കേട്ടോ ഈ ഒരു പാലപ്പച്ചട്ടി എനിക്ക്. ഇതുകൊണ്ട് ഈ പാലപ്പച്ചട്ടി കൊണ്ട് ഞാൻ കുറേ പാലപ്പം ചുട്ട് സെയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് പാലപ്പത്തിനും നൂൽപുട്ടിനൊക്കെ ഓർഡർ ഇട്ടലുണ്ടായിരുന്നല്ലോ കുറേ മുന്നൊക്കെ. ഇപ്പോഴും ഉണ്ടാവലൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് ഇപ്പോൾ ടൈമില്ല. ഒന്നാമത് ഞാനതൊന്നും ഇപ്പം ഏൽക്കലില്ല കേട്ടോ. അതൊക്കെ ഇങ്ങനെ ചുട്ടുകൊണ്ട് നിൽക്കണമെങ്കിൽ കുറേ നേരം വേണം പുറത്തേക്ക് കൊടുക്കണമെങ്കിൽ. ഇപ്പം നമുക്ക് വേറെയും വർക്കുകളൊക്കെ ചെയ്യാനുള്ളതുകൊണ്ട് ഇപ്പം അതിന് നിൽക്കലില്ല. അപ്പോൾ പാലപ്പം കണ്ടില്ലേ, നല്ല അടിപൊളി പാലപ്പാട്ടോ, നല്ല ടേസ്റ്റാണ്. കുറച്ച് ഇങ്ങനെ മൊരിച്ചിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. അതിന് മാവ് ഒഴിച്ച് ഇതേപോലെ ചുറ്റിച്ച് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം ഇങ്ങനെ അടച്ചു വെച്ച് നിന്നാൽ മതി. തുറന്ന് വെച്ചാലും കുഴപ്പമില്ല. വെന്തതിന് ശേഷം കുറച്ച് നേരം ഒന്നിങ്ങനെ തുറന്ന് വെച്ചാലും വക്കൊക്കെ മൊരിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് കിട്ടും. ഇതാ കണ്ടില്ലേ, നല്ല സോഫ്റ്റുമാണ്, അതേപോലെ നല്ല ടേസ്റ്റ് കേട്ടോ. ഈസ്റ്റിൻ്റെ ടേസ്റ്റ് ഒന്നും മുന്നിട്ട് നിൽക്കില്ല. ഇനി ഇതിങ്ങനെ കറിയൊന്നും ഇല്ലെങ്കിലും വെറുതെ ചായൻ്റെ കൂടെയൊക്കെ കടിച്ചുട്ടിട്ട് കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കട്ടോ. അതേപോലെ തന്നെ നമ്മളെ ബീഫ് തേങ്ങയൊക്കെ വറുത്തരച്ച കറി നല്ല ടേസ്റ്റുള്ള കറിയാണ്. ഇതിൽ ബീഫ് കുറച്ചുള്ളൂ, ഒരു 2 ഉരുളക്കിഴങ്ങും ഇട്ടിട്ടുണ്ട് ഞാൻ. ഇനിയിപ്പോൾ നോമ്പൊക്കെ വരില്ലല്ലേ, 2 കഷ്ണമാണെങ്കിലും ആ ബീഫോ ചിക്കനോ എന്തെങ്കിലും ഇല്ലെങ്കിൽ നമുക്കൊരു ഗതികേടേക്കാറല്ലേ. ഇപ്രാവശ്യം ചിക്കനൊന്നും വല്ലാതെ വാങ്ങൂല, ചിക്കനൊക്കെ നല്ല റേറ്റാണ് ഇപ്പോൾ. അങ്ങനെ പിന്നെ ചായ ഉണ്ടാക്കി, പിന്നെ പാലപ്പം ബീഫ് കറിയൊക്കെ കൂട്ടിയിട്ട് ഞാനും കുട്ടികളും അങ്ങനെ കഴിച്ചിട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. നമ്മളെ മിറാജ് നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെയാണ്. നിങ്ങളെന്താ സ്പെഷ്യൽ ഉണ്ടാക്കിയെന്ന് കമൻറ്റ് ചെയ്യുകൊണ്ട്. നമ്മളെ സ്പെഷ്യൽ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അതേപോലെ തന്നെ ആദ്യമായിട്ട് നമ്മളെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.